വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ AMCS FNCK പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ആരൊക്കെയാണ് ജോയിൻ ചെയ്തത്, ആരൊക്കെയാണ് ജോയിൻ ചെയ്യാത്തത്, ആരൊക്കെയാണ് ഹയർ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്, ആരൊക്കെയാണ് ഇനി മുന്നോട്ട് പരിഗണിക്കപ്പെടുന്നത്, അത് ബേസ് ചെയ്തിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. AMCS FNCKയുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അഡ്മിഷൻ 2025 എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് BSc നഴ്സിംഗിന്റെ കോഴ്സ് എടുക്കുക. കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ജോയിൻഡ് ആൻഡ് നോട്ട് ജോയിൻഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെ ജോയിൻ ചെയ്തു ഇല്ല എന്നത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് ഓൺലൈൻ അലോട്ട്മെന്റ് അലോങ് വിത്ത് ദ ജോയിനിങ് ഓർ നോൺ ജോയിനിങ് സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് സീരിയൽ നമ്പർ, പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ കാറ്റഗറി, എത്രാമത്തെ പ്രിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ 1, 2, 3 എന്നൊരു പ്രയോറിറ്റി ലിസ്റ്റിലായിരിക്കും നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രിഫറൻസ് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രിഫറൻസ് ആയിട്ട് കാണിക്കുന്നത്. കാറ്റഗറി എന്ന് പറയുന്നത് 3 കാറ്റഗറിയാണ് AMCS FNCKയിൽ വരുന്നത്. ഒന്ന് OM ഓപ്പൺ മെറിറ്റ്, സെക്കൻഡ് വൺ CM ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, അതുപോലെ CRS അതായത് കന്യാസ്ത്രീ കുട്ടികൾക്ക് ആ രീതിയിലൊക്കെയുള്ള റിസർവേഷൻ AMCS അസോസിയേഷൻ വഴി നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആ കുട്ടികളുടെ ഇൻഡെക്സ് മാർക്കും അലോട്ടഡ് സ്റ്റാറ്റസും ഹയർ ഓപ്ഷൻ സ്റ്റാറ്റസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇൻഡെക്സ് മാർക്ക് 100 എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫുൾ മാർക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഓൾറെഡി LBSലൊക്കെ കിട്ടിയിട്ടുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും അലോട്ടഡ് സ്റ്റാറ്റസ് നോട്ട് ജോയിൻഡ്, അതായത് ടോക്കൺ ഫീ അടച്ച ആ കുട്ടി ആപ്ലിക്കേഷൻ ഇവിടെ കൊടുത്ത് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും LBSൽ ഇപ്പോൾ കിട്ടിയവർക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകാൻ കോളേജിന്റെ പെർമിഷൻ വേണം. പല കോളേജസും പെർമിഷൻ കൊടുക്കാത്തത് കൊണ്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അതിൽ ഒരാളായിട്ട് നമുക്ക് കണക്കാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കാം നോട്ട് ജോയിൻഡ്, അതായത് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ ഹയർ ഓപ്ഷൻ സ്റ്റാറ്റസ് നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഓൾറെഡി വെച്ചിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഈ കുട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് ഹയർ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് മുന്നോട്ട് ഹയർ ഓപ്ഷൻസ് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നതാണ് ഈ നോട്ട് ആപ്ലിക്കബിൾ എന്നതിനെ പറ്റിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രിഫറൻസിൽ 2 എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതായത് രണ്ടാമത്തെ ഓപ്ഷനാണ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ആ കുട്ടി അവിടെ സീറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്, അതായത് ടോക്കൺ ഫീസ് അടച്ച് സീറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഹയർ ഓപ്ഷൻ സ്റ്റാറ്റസ് ക്യാൻസൽഡ് ആണ്, അതായത് കിട്ടിയ സെക്കൻഡ് ഓപ്ഷനിൽ ആ കുട്ടി സാറ്റിസ്ഫൈഡ് ആണ്, ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ഓക്കെ ആണ്, അതുകൊണ്ട് ടോക്കൺ ഫീ അടച്ചു. അതിനുശേഷം മുകളിലുള്ള ഹയർ ഓപ്ഷൻ കുട്ടി ക്യാൻസൽ ചെയ്ത് കൺഫേം ചെയ്തിട്ട് ഇനി അടുത്ത അഡ്മിഷന്റെ ടൈം ആകുമ്പോൾ പോയി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടിയായിരിക്കാം. ഇതുപോലെ പ്രിഫറൻസിൽ നിങ്ങൾക്ക് 12, 14 ഒക്കെ ഇതിനകത്ത് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. 14 എന്ന് പറയുമ്പോൾ 15 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടാകും. അതിൽ 14ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി ആ കുട്ടി അവിടെ കൺഫേംഡ്, അതായത് അലോട്ട്മെന്റ് സ്റ്റാറ്റസ് കൺഫേംഡ് എന്നാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ടോക്കൺ ഫീ അടച്ചതിന് ശേഷം നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി ആ കുട്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ സ്റ്റാറ്റസിന്റെ അവിടെ ആ കുട്ടി നോട്ട് ക്യാൻസൽ ആണ് കാണിക്കുന്നത്, അതായത് മുന്നോട്ടുള്ള ഹയർ ഓപ്ഷൻസ് ഒന്നും ആ കുട്ടി ക്യാൻസൽ ഒന്നും ചെയ്യാതെ അടുത്ത ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നതാണ് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറെ പേര് നോട്ട് ജോയിൻഡ് ആണ്. ഈ നോട്ട് ജോയിൻഡ് എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ ആരും തന്നെ ടോക്കൺ ഫീസ് അടച്ചിട്ടില്ല. അലോട്ട്മെന്റ് കിട്ടിയിട്ടും ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളെ ഇനി അടുത്ത ഹയർ ഓപ്ഷൻസിലേക്ക് പരിഗണിക്കുകയില്ല. അതുപോലെ തന്നെ AMCS FNCKയിൽ നിന്നും അവരുടെ ആപ്ലിക്കേഷൻ അവിടെ നിന്ന് തന്നെ ക്യാൻസൽ ആയി പോകുന്നതായിരിക്കും. അതാണ് ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുത്തിരിക്കുന്നത്. നോട്ട് ജോയിൻഡും നോട്ട് ആപ്ലിക്കബിളും വരുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ടോക്കൺ ഫീസ് അടച്ച് ആ സീറ്റ് സെക്യൂർ ചെയ്തില്ല, അതുകൊണ്ട് തന്നെ AMCS FNCKയിൽ നിന്നും ആ കുട്ടികൾ പുറത്തായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കുക. ടോക്കൺ ഫീസ് അടയ്ക്കാത്ത നിങ്ങൾക്ക് മുന്നോട്ട് പരിഗണിക്കുകയില്ല എന്ന് നമ്മൾ ഓൾറെഡി വീഡിയോസിലൂടെ പറഞ്ഞതായിരുന്നു. പല കുട്ടികളും ടോക്കൺ ഫീസ് അടയ്ക്കാത്തത് ഓൾറെഡി അവർക്ക് വേറെ രീതിയിൽ അഡ്മിഷൻ കിട്ടിയത് കൊണ്ടുമായിരിക്കാം, പല കുട്ടികളും സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ടുമായിരിക്കാം.
മനസ്സിലാക്കേണ്ടത് ടോക്കൺ ഫീസ് അടയ്ക്കാതെ മുന്നോട്ട് നിങ്ങളെ ഈ ഒരു അസോസിയേഷനിൽ പരിഗണിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 3 അലോട്ട്മെന്റുകളും കഴിഞ്ഞതിന് ശേഷമാണ് സെപ്റ്റംബർ 18 മുതൽ സെപ്റ്റംബർ 20 തീയതി വരെയാണ് നിങ്ങൾക്ക് കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ അലോട്ട്മെന്റ് മെമ്മോയൊക്കെ പ്രിന്റ് ഔട്ട് എടുക്കുക. അതുപോലെ തന്നെ ടോക്കൺ ഫീസിന്റെ റെസിപ്റ്റും നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് കൊടുക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽസും ഒക്കെ ആയിട്ട് വേണം കോളേജിലേക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ ഏത് കോളേജിലായാലും BSc നഴ്സിംഗിന് നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ ചെയ്യേണ്ടതായിട്ട് വരും. അത് പല കുട്ടികളും ഡൗട്ട് ചോദിച്ചിരുന്നു. പല കുട്ടികളും കുഞ്ഞിലെ എടുത്തതാണ്, ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയുന്നു. അത് നിങ്ങൾ കോളേജുമായിട്ട് സംസാരിക്കുക. അപ്പോൾ അവരെങ്ങനെയാണ് പറയുന്നത്, ഓൾറെഡി നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന വിശ്വാസമുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിൽ നിന്നും എഴുതി വാങ്ങാൻ പറയുന്നതായിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ എടുക്കാത്ത കുട്ടികളാണെങ്കിൽ പുറത്തുനിന്ന് എടുത്തിട്ട് വരാൻ പറയുകയായിരിക്കും ചില കോളേജസ് ചെയ്യുന്നത്. ചില കോളേജസിൽ അവരുടെ കോളേജിൽ നിന്നും തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് വാക്സിനേഷൻ എടുത്തു തരികയായിരിക്കും ചെയ്യുന്നത്. അത് ഓരോ കോളേജസിലും ഡിഫറെന്റ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കോളേജുമായി സംസാരിച്ചതിന് ശേഷം മാത്രം വാക്സിനേഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി നോക്കുക. ഇതിൽ തന്നെ ഇവിടെ 800 സ്റ്റുഡൻസിനാണ് ഇപ്പോൾ അലോട്ട്മെന്റ് വന്നിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാം 800 അല്ല, അതിൽ കൂടുതൽ സീറ്റ് AMCS FNCKയിലുണ്ട്. അതിന്റെ ഇഷ്യൂ നമ്മൾ ഓൾറെഡി മറ്റ് വീഡിയോസിൽ പറഞ്ഞതായിരുന്നു. 2 കോളേജസിൽ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വരാതിരുന്നത്. നെക്സ്റ്റ് അലോട്ട്മെന്റിൽ ടെക്നിക്കൽ ഇഷ്യൂസിന്റെ കാര്യങ്ങൾ ശരിയാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ 2 കോളേജസും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും അലോട്ട്മെന്റ് വരുന്നുണ്ടാവുക. ഈ അലോട്ട്മെന്റ് സ്റ്റാറ്റസും നിങ്ങളുടെ ഹയർ ഓപ്ഷൻ സ്റ്റാറ്റസും ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അതായത് ഒരുപാട് നേരമായിട്ട് ഇതിനെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ന്യായം എവിടെയാണ് കിടക്കേണ്ടത് എന്നതൊന്നും നോക്കിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ആപ്ലിക്കേഷൻ നമ്പർ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി നിങ്ങളുടെ അലോട്ട്മെന്റ് സ്റ്റാറ്റസും അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസിന്റെ സ്റ്റാറ്റസും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് കൺഫേംഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ച് സീറ്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കാം കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻസൽ എന്നാണ് കാണിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കിട്ടിയ അലോട്ട്മെന്റിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ ബാക്കി ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാകാം. ഓൾറെഡി നമ്മൾ മറ്റ് വീഡിയോസിൽ പറഞ്ഞതാണ്, കൺഫേം കൊടുക്കാൻ ആരും മറന്നു പോകരുത് എന്നുള്ളത്. അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ റീഅറേഞ്ച്മെന്റ് ചെയ്യുകയാണെങ്കിലും റിമൂവ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്താലും അതിനുശേഷം കൺഫേം കൊടുത്തത് സബ്മിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പരിഗണിക്കുകയില്ല എന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. പല കുട്ടികളും സബ്മിറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ തന്നെ ഇതിൽ നിന്നും ക്യാൻസൽ ആയി പോയിട്ടുണ്ട്, റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം മാത്രം ചെയ്യുക. തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളും ഒക്കെ വളരെ സുരക്ഷിതമായി തന്നെ വെക്കുക. ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളും ഒക്കെ പ്രിന്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഉടനെ തന്നെ നമ്മുടെ AMCS FNCKയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതുമായി ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ഓൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻസ് ഉടനടി പാസ് ചെയ്യുക. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ.